നമ്മൾ തുടർമാനമായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. 16-ാം അധ്യായത്തിലെ കാര്യം, ആകാശം ചുവന്നു കണ്ടാൽ ഇന്ന് മഴക്കോൾ ഉണ്ടാകുമെന്നും അങ്ങനെ ആകാശത്തിന്റെ ഭാവം വിവേചിപ്പാൻ നിങ്ങൾ അറിയുന്ന നിങ്ങൾ കാലത്തിന്റെ ലക്ഷണങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നും, അതുകൊണ്ട് പുളിച്ച മാവ് സൂക്ഷിച്ചുകൊള്ളീൻ എന്ന് പറഞ്ഞപ്പോൾ അത് മറന്നു വെച്ചുപോയ അപ്പക്കൊട്ടകളുടെ കാര്യമാണ് പറയുന്നത് എന്നും തെറ്റിദ്ധരിച്ച് ശിഷ്യന്മാരോട് കർത്താവ് അത് എന്താണെന്ന് വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്ന ഭാഗമാണല്ലോ നമ്മൾ ചിന്തിച്ചത്. നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് കാണുകയാണ്, കർത്താവ് ആ ഗലീലയ്ക്ക് ചുറ്റുപാട് ഉള്ള സ്ഥലത്ത് തന്നെ, എന്നാൽ ആ തീരത്ത് നിന്നൊക്കെ കുറച്ച് വിട്ടുമാറി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട് സോരിന്റെയും സീതോന്റെയും പ്രദേശത്ത് കർത്താവ് കടന്നുപോയി. അതുപോലെ തന്നെ ഏകദേശം ദൂരെ ഒരു 25 മൈലോളം ദൂരെ എന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാം ഫിലിപ്പിന്റെ കൈസരിയുടെ പശ്ചാത്തലവും അതിന്റെ ചരിത്രവും ഒക്കെ കർത്താവിന്റെ ദാസൻ ഇവിടെ പ്രഖ്യാപിച്ചു, അദ്ദേഹം ഇവിടെ പറഞ്ഞു. അത് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവിടുത്തെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് യോർദാൻ നദി ആരംഭിക്കുന്ന ഒരു സ്ഥലമായത്. നമുക്കറിയാം ഇസ്രായേലിനെ സംബന്ധിച്ചോളം, അല്ലെങ്കിൽ ഈ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ് ഈ യോർദാൻ നദി എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. യോർദാൻ നദിയെക്കുറിച്ചുള്ള റെഫറൻസസ് സുവിശേഷത്തിൽ പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇവിടെയാണ് വലിയൊരു ഗുഹയും, അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നത് പോലെ മൗണ്ട് ഹെർമോൻ നമ്മൾ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് രൂപാന്തരപ്പെടുന്ന മല, കർത്താവ് 17-ാം അധ്യായത്തിൽ വായിക്കുമ്പം അദ്ദേഹം രൂപാന്തരപ്പെടുകയും ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ചു എന്ന് പറയുന്ന കാര്യവും ഇതേ ഭാഗത്ത് വെച്ച് തന്നെയാണ് നടക്കുന്നത്. ആ മല തന്നെയാണ് അവിടെ ഉള്ളത്, ഹെർമോൻ പർവ്വതം എന്ന് നമുക്ക് അതിനെക്കുറിച്ച് വായിക്കാം. മൗണ്ട് ഹെർമോൻ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. അപ്പൊ ഈ ഹെർമോൻ പർവ്വതത്തിന്റെ മുന്നിൽ നിൽക്കുന്ന വലിയ ഒരു പാറയും, ആ പാറയിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങി വരുന്ന ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഒന്നും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. എന്നാലും ഈ തീർത്ഥാടനത്തിന് പോകുന്ന പോലെ പോയിട്ട് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല, അതുകൊണ്ട് പലപ്പോഴും അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ മാറി. എന്നാൽ ഈ ഇടയ്ക്ക് എന്റെ മനസ്സിലൊരു ഇത് തോന്നിയിട്ടുണ്ട്, ഒന്ന് പോയെന്ന് കണ്ടാൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഏറ്റവും കിട്ടുന്ന അടുത്ത ഒരു അവസരത്തിൽ ഒന്ന് പോയി കണ്ടേക്കാം എന്ന് ഞാൻ വിചാരിച്ചിരിക്കുക. അപ്പൊ ഈ ഹെർമോൻ പർവ്വതത്തിലെ ആ വലിയ പാറയും അതിൽ നിന്ന് ഈ വെള്ളം ഇങ്ങനെ ഒലിച്ച് ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു കേൾക്കുക. വല്ല വീഡിയോയോ ഇവിടെ ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ അങ്ങനെ കേൾക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പ്രസ്താവിക്കുന്നത്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ധാരണ പിശകുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മുടെ ഇവിടെ ആത്മീയ കാര്യങ്ങൾ പറയാനാണല്ലോ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ചെറിയ ഇതുപോലുള്ള കാര്യങ്ങളിലുള്ള ചില ധാരണ പിശകുകൾ നിശ്ചയമായിട്ട് കറക്റ്റ് ചെയ്യേണ്ടതാണ്. എന്നാൽ ആത്മീയ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് ആത്മീയ കാര്യങ്ങളോളം പ്രധാനപ്പെട്ടതല്ലല്ലോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഈ ഫിലിപ്പിന്റെ കൈസരിയുടെ അടുത്ത് കർത്താവ് ചെന്നിട്ട്, നമുക്കറിയാം വടക്ക് കിഴക്കായിട്ട് ഗലീല കടലിന്റെ വടക്ക് കിഴക്കായിട്ട് ഉള്ള ഒരു ഭാഗമാണ് ഈ ഭാഗമെന്നും, അവിടെ ഒരു പ്രത്യേക സ്ഥലത്ത് ഈ യെരുശലേമിലും ഗലീലയിലും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നും ഒക്കെ മാറി നിന്നുകൊണ്ട് വേറൊരു സാഹചര്യത്തിൽ, ഇവിടെ ഉള്ളത്ര ചൂട് അവിടെ ഇല്ല, അവിടെ സമുദ്രനിരപ്പിൽ നിന്ന് ഒരു ഉയർന്ന സ്ഥലമാണ്, അങ്ങനെയുള്ള ആ തണുപ്പൊക്കെയുള്ള സ്ഥലത്ത് കർത്താവ് പോയി നിന്ന് വേറെ മാറി നിന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് ചില ആൾക്കാർക്ക് ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പൊതുജനത്തിന് നടുക്ക് വെച്ച് അവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ അവര് വേറെ ഏതെങ്കിലും ഉത്തരം പറയും. അവരോട് ക്ലോസ് ആയിട്ട് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ അവർ ഹൃദയത്തിലുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഉത്തരം പറയും. നമുക്ക് ഈ ക്ലബ് ഹൗസിലും കാണാനും കഴിയും, പല സഹോദരങ്ങളും അവരുടെ വിശ്വാസം സംബന്ധിച്ച്, കാര്യം സംബന്ധിച്ച് അടുത്തിരിക്കുന്നത് ആരാ, സ്റ്റേജിലിരിക്കുന്നത് ആരാ, അല്ലെങ്കിൽ ഇങ്ങനൊക്കെ നോക്കി വളരെ തന്ത്രപൂർവ്വം ഉത്തരം പറയുന്ന സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് പലപ്പോഴും തോന്നുന്നു ഇവര് വേട്ടക്കാരന്റെ കൂടെ നിൽക്കുകയും ചെയ്യും, ഇരയുടെ കൂടെ ഓടുകയും ചെയ്യും എന്ന് പറയുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നവരെ കാണാൻ കഴിയും. അതുകൊണ്ട് ഈ യെരുശലേമിലോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഗലീലയിലോ ഉള്ള ഒരു സാഹചര്യമല്ല, തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ അവിടെ മാറി നിൽക്കുന്ന സമയത്ത് വേറിട്ട് കൊണ്ടുപോയി അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്
നമുക്ക് ഈ കർത്താവ് ചോദിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അങ്ങനെ ആ ഒരു പ്രത്യേക, നമുക്കറിയാം, നമുക്ക് കുറച്ച് യാത്രയൊക്കെ ചെയ്യുന്നത് പറ്റുമെങ്കിൽ, പോക്കറ്റിൽ കാശുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് ഒരു വിശാലത വരുത്തുന്ന ഒരു കാര്യമാണ് പല കൾച്ചർ, പല ആൾക്കാര്. അപ്പൊ നമ്മള് ഇടുങ്ങി താമസിക്കുന്ന കൂപമണ്ടൂകം എന്ന് നമ്മൾ സാധാരണ പറയുന്ന പോലെ നമ്മുടെ ആ പൊട്ടക്കിണർ മാത്രമല്ല ലോകം. ലോകം വിശാലമാണ്. പല പല നിലയിലുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇത് വിശാലമാകാനായിട്ട് ഇടയായിട്ട് തീരും. പിന്നെ കർത്താവിന്റെ വാഗ്ദത്തം ഉള്ളത് കൊണ്ട് എന്റെ ഒരു കാഴ്ചപ്പാട്, ആ ടൂറായിട്ട് ഒന്നും പോയി കാണേണ്ട ആവശ്യമില്ല. ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച് ലോകത്തിന്റെ അറ്റത്തോളവും സാക്ഷികളാകുമെന്നുള്ള ഒരു വാഗ്ദത്തം ഉണ്ടല്ലോ. ആ വാഗ്ദത്തം അവിടെ കിടക്കുന്നത് കൊണ്ട് അങ്ങനെ അങ്ങ് സാക്ഷി ആയേക്കാം എന്നൊരു ചിന്തയാ എന്റെ മനസ്സിൽ പലപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ സുവിശേഷത്തെ പ്രതി വചനം പ്രസംഗിക്കാനായിട്ട് ഒരു സ്ഥലത്ത് പോയി, ആ ദേശത്ത് പോയി പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഏത് ദൈവഭക്തനും വളരെ ഒരു സംതൃപ്തി ഉണ്ടാക്കുന്നതായിട്ടുള്ള കാര്യമാണ്. അല്ലാതെ കാഴ്ച കാണാൻ വേണ്ടി ഞാൻ ഇന്നടത്ത് പോയി എന്ന് പറയുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. കർത്താവെ, നീ എന്നെ അയച്ചു, നിന്റെ വചനം ഞാൻ പ്രസംഗിക്കാൻ കടന്നുപോയി, അവിടെ അത് പോയി അപ്പോഴീ കാര്യങ്ങളൊക്കെ കണ്ടു എന്ന് പറയപ്പെടാനാ ആഗ്രഹിക്കുന്നത്. ആഗ്രഹം നടക്കുമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെയാണ് ഹൃദയത്തിലെ ആഗ്രഹം. അത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നോക്കിയാട്ടെ, യേശു ഫിലിപ്പിന്റെ കൈസരിയുടെ ദേശത്ത് എത്തിയ ശേഷം തന്റെ ശിഷ്യന്മാരോട് നിങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. നമുക്കറിയാം, രണ്ട് ചോദ്യങ്ങളാ. ജനങ്ങൾ മനുഷ്യപുത്രനെ, ജനങ്ങൾ ആദ്യം ചോദിക്കുന്നത്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു, പിന്നെ നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു എന്നുള്ള രണ്ട് ചോദ്യങ്ങൾ അവരോട് ചോദിക്കുന്നതും അതിനുള്ള ഉത്തരവുമാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാം, മനുഷ്യപുത്രൻ എന്നുള്ള വാക്ക് എടുക്കുന്നത് എസക്കിയേലിലും അതുപോലെ ദാനിയേലിലും ഒക്കെ നമുക്ക് കാണാം. ആ ഒരു പ്രത്യേക പദം ഉപയോഗിക്കുന്നത് അത് ദൈവപുത്രൻ എന്നുള്ള ഒരു അർത്ഥത്തിൽ തന്നെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകാമല്ലോ. എന്നാൽ തന്നെ ഈ ടെർമിനോളജികളൊക്കെ പലരും ഉപയോഗിക്കുമെങ്കിലും കഴിഞ്ഞ ദിവസം സിറോഫനീക്കക്കാരിയായിട്ടുള്ള സ്ത്രീ വന്ന് ദാവീദ് പുത്ര എന്നൊക്കെ വിളിച്ചത് നമ്മൾ കാണുന്നുണ്ട്. അത് അർത്ഥം അറിഞ്ഞാണോ അർത്ഥം അറിയാതെയാണോ വിളിച്ചത്, അതോ പൊതുജനം മുഴുവൻ ഇങ്ങനെ വിളിക്കുന്നതുകൊണ്ട് വിളിച്ചതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാൽ തന്നെ അവളെ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് കർത്താവ് നടത്തുന്നതും ആ യാഥാർത്ഥ്യം വെളിപ്പെടുത്തി കൊടുക്കുന്നതും നമുക്ക് കാണാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞതുപോലെ തന്നെയാ നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു. എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നേ? ഞാനിതൊക്കെ ചെയ്യുന്നു, ആൾക്കാരൊക്കെ ഇത് കണ്ടോണ്ടിരിക്കുന്നു, അവര് ഇനിയും കണ്ടോട്ടെ, അവര് ഗ്രഹിക്കുന്നത് ഗ്രഹിച്ചോട്ടെ. നമ്മൾ സാധാരണ പറയുന്ന പോലെ എന്നെ കുറിച്ച് അവരെന്നാ ഗ്രഹിച്ചാലും എനിക്കൊന്നുമില്ല, എന്നെ ദൈവം അറിയുന്നുണ്ടല്ലോ എന്നൊക്കെ പറയരുത്. അല്ല, ഒരു ക്രിസ്തുവിന്റെ ശിഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ ക്രിസ്തുവിനെ കുറിച്ച് അവനുള്ള പരിജ്ഞാനം വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ആ ഒരു പരിജ്ഞാനം നമുക്ക് ലഭിക്കാൻ വേണ്ടിയാ കർത്താവ് ഈ ലോകത്ത് വന്നതും താൻ ക്രൂശിൽ മരിച്ചതും ഇന്ന് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതും. കുറച്ച് ടെക്നോളജി അല്ല, ക്രിസ്ത്യൻ ജീവിതത്തിന്റെ കുറച്ച് സാങ്കേതിക വശങ്ങളല്ല വെളിപ്പെടുത്തി തരുന്നത്. കർത്താവ് നമുക്ക് തന്നെ തന്നെയാ വെളിപ്പെടുത്തുന്നത്. നമുക്കറിയാം, 17-ാം അധ്യായത്തിൽ 16-ലോ നമ്മൾ വായിക്കുന്നുണ്ട്, ഞാനും പിതാവും 15-ൽ 14-ലാന്ന് തോന്നുന്നു, ഞാനും പിതാവും അവനോടുകൂടെ വാസം ചെയ്യും, അവന് ഞങ്ങളെ എന്നെ തന്നെ വെളിപ്പെടുത്തും. അവൻ ദൈവത്തെ അറിയുക, പിതാവിനെ അറിയുക. യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ, യുവാക്കന്മാരെ നിങ്ങൾ ശക്തരാകിയാലും ദുഷ്ടരെ ജയിച്ചിരിക്കാലും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങൾ നമുക്കറിയാമല്ലോ. കർത്താവ് നമ്മളെ ഈ ലോകത്താക്കി വെച്ചിരിക്കുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഇനിയും കുറച്ച് പെന്തക്കോസ്റ്റൽ ടെക്നോളജിയും ജാർഗൺസും ഒക്കെ കാണാതെ പഠിച്ച് അതൊക്കെ ഇങ്ങനെ ഉപയോഗിച്ച് അങ്ങനെ ജീവിച്ചു പോകാൻ വേണ്ടി മാത്രമല്ല. യഥാർത്ഥത്തിൽ നമ്മളെ വിളിച്ചവനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ, ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ പ്രാപിച്ച് ആ പിതാവിനെയും പുത്രനെയും ഒക്കെ അറിയുന്നതാണ്. ഞങ്ങളുടെ കൂട്ടായ്മയോ കർത്താവ് പിതാവിനോടും അവന്റെ പുത്രനായ യേശുവിനോടും ആകുന്നു എന്ന് 1 യോഹന്നാന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത്. നമ്മുടെ കൂട്ടായ്മ അവനോടാ. നിങ്ങൾക്കും കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവിനെ കുറിച്ച് അവരെന്ത് ഗ്രഹിച്ചിരിക്കുന്നു, കർത്താവിനെ കുറിച്ച് അവരുടെ വെളിപ്പാട് എന്താണ് എന്നുള്ള കാര്യത്തിൽ അത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അത് എന്ത് വേണേലും പറഞ്ഞു, എന്തൊക്കെ പറയാം ലോകത്ത് ക്രിസ്തുവിനെ കുറിച്ച്, എന്തൊക്കെ പറയാം. നല്ല സൗഖ്യമാക്കുന്ന ആളാണ്, നല്ല മനുഷ്യനാണ്, നല്ല ഒരുപക്ഷെ ശാരീരികമായിട്ട് നോക്കിയ സുന്ദരനായിരുന്നായിരിക്കും. കർത്താവ് നിശ്ചയമായിട്ടൊരു സുന്ദരനായ വ്യക്തിയായിരുന്നു ഞാനങ്ങ് വിചാരിക്കുക. അല്ലെങ്കിൽ വേറെ എന്തൊക്കെ മേന്മകൾ മാനുഷികമായിട്ട് പറയാം. ആ മേന്മകളെ കുറിച്ചൊന്നും അല്ല ചോദിക്കുന്നത്. അവർക്ക് ആത്മീയമായിട്ട് ചില കാര്യങ്ങൾ തിരിച്ചറിയണം,
ആത്മീയമായിട്ട് കർത്താവിനെ കുറിച്ചുള്ള തിരിച്ചറിവ് എന്താണ് എന്ന് കർത്താവ് അറിയാനായിട്ട് ആഗ്രഹിച്ചു എന്നുള്ളത് കാണാനായിട്ട് കഴിയും. നമ്മളെക്കുറിച്ചും നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ അങ്ങനെ അനുഭവം ഉണ്ടായി, ഇങ്ങനെ അനുഭവം ഉണ്ടായി എന്ന് പറഞ്ഞ പൊടിപ്പും തൊങ്ങലും നമ്മുടെ ആത്മീയതയ്ക്ക് ചേർത്ത് വെച്ച് ആത്മീയമായിട്ട് നമ്മളൊന്നും കുറവുള്ളവരല്ല, വീണ് കിടക്കുകയാണെങ്കിലും ശ്രേഷ്ഠന്മാർ തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു ട്രെൻഡാണല്ലോ നമുക്കുള്ളത്. എന്നാൽ കർത്താവ് ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പം അവിടെ എന്തുമാത്രം ഗ്രഹിച്ചു എന്തുമാത്രം ഗ്രഹിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. എന്തുമാത്രം മനസ്സിലായില്ല വ്യക്തമാകുന്നതും അത് അവർക്ക് തന്നെ സമ്മതിക്കാൻ കഴിയുന്നതും കർത്താവിനെ അതിനെ കറക്റ്റ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്കറിയാം. ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഞാൻ സാധാരണഗതി ചോദ്യം ചോദിച്ച് പഠിപ്പിക്കുന്ന ആളാണ്. എവിടെ പോയാലും സഭകളിൽ പോകാൻ സഭായോഗത്തിനാണേലും ഒന്നോ രണ്ടോ ചോദ്യം ആരോടെങ്കിലും ചോദിക്കും എന്ന് പറഞ്ഞാൽ ഈ ചോദിക്കുമ്പോഴാ ആ വ്യക്തിക്കുള്ള അതിനെക്കുറിച്ച് ചിന്തിക്കാനും അതെന്താണെന്ന് ആഴമായിട്ട് അപഗ്രഥിക്കാനും ആ വ്യക്തിക്ക് ഒരു അവസരം കിട്ടുന്നത്. അപ്പൊ ചോദ്യം ചോദിച്ച് പഠിപ്പിക്കുന്നത് നമുക്കറിയാം. പൗലോസ്ലീഹ തന്റെ റോമാലേഖനമൊക്കെ എഴുതുമ്പോൾ എത്ര ചോദ്യങ്ങളാണ് അതിൽ ചോദിച്ചേക്കുന്നത്. ആ ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം തന്നെ ഉത്തരം പറയുന്നു. ആ ശൈലി നമുക്ക് കാണാമല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നമുക്കിവിടെയും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു മിനിറ്റ്. നമ്മുടെ റൂമിൽ നിന്ന് ഹോൾവേയിൽ കാണുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കുഴപ്പമില്ല. യേശു അവിടെ കടന്നു വന്നു. ആ മനുഷ്യപുത്രനെ എന്തു പറയുന്നു? നീ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യെരമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്നുള്ളത് ദൈവദാസൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട് കാരണം? ഹെരോദാവൊക്കെ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റതാണ് യേശു എന്ന് പറയുന്ന ഭാഗം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ. അതുപോലെ തന്നെ ഏലിയാവ് കർത്താവിന്റെ വരവിന് മുമ്പ് വരണം എന്നുള്ള നിലയിലുള്ളതും, യിരെമ്യാവ് ഈ പറഞ്ഞതുപോലെ ബാബിലോൺകാരെ വന്ന് ആലയം ഇടിച്ചു കളഞ്ഞപ്പോൾ, ആലയത്തെ ആക്രമിച്ചപ്പോൾ ആ പെട്ടകവും അതുപോലെ കൊണ്ട് രക്ഷപ്പെടുകയും അത് നെബോ പർവ്വതത്തിൽ കൊണ്ട് ഒളിപ്പിച്ചു വെക്കുകയും അവസാന കാലമാകുമ്പോൾ അദ്ദേഹം മടങ്ങി വരുമെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു ഐതിഹ്യം, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പം ഈ ഒരു അർത്ഥത്തിലാണ് അവിടെ അത് പറഞ്ഞേക്കുന്നത് നമുക്ക് നന്നായിട്ടറിയാം. നോക്കിയാട്ടെ. അതെ, തുടർന്ന് നമ്മൾ കാണുന്നതായിട്ടുള്ള കാര്യമാണ്, നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. നമുക്കറിയാം, ആദ്യമായിട്ട് പലരും ഇനി മുന്നേ ദാവീദ് പുത്ര എന്നൊക്കെ വിളിച്ചെങ്കിലും കൃത്യമായ ഒരു ചോദ്യത്തിന് കൃത്യമായി പറയുന്ന ഒരു ഉത്തരമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയും. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ഇതൊരു മതമല്ല, ഒരു മതസംഹിതയല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കർമാചാരങ്ങളൊന്നുമല്ല. നീ ജീവനുള്ള ദൈവമാണ്. മരിച്ച പല ഫിലോസഫികളും ഉണ്ട്, മരിച്ച പല ആശയങ്ങളും ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കഴിയാത്ത നിലയിലുള്ള പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഈ ആശയങ്ങളെ മാത്രം താലോലിക്കുകയും എന്നാൽ ആശയത്തിനപ്പുറമായിട്ടൊരു യാഥാർത്ഥ്യം അതിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന പല തത്വശാസ്ത്രങ്ങളെയും മതങ്ങളെയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ക്രിസ്തീയ ജീവിതം, ക്രിസ്ത്യാനിത്വം എന്താ? അത് ചില ആചാരാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നതോ ഒരു ഗ്രൂപ്പിൽ ചേരുന്നതോ ഒരു പ്രത്യേക ഗ്രൂപ്പുമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് നടക്കുന്നതോ ഒന്നുമല്ല. അത് ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന അനുഭവം തന്നെയാണ്. കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്ന അനുഭവം തന്നെയാണ്. നോക്കിയാട്ടെ. അപ്പൊ ക്രിസ്തു അവിടെ പറയാം ജീവനുള്ള ദൈവമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ. നമുക്ക് ഹെഡിങ് ഇട്ടപ്പോൾ അത്രയും എഴുതാൻ അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ചിട്ടെന്നേ ഉള്ളൂ. സത്യത്തിൽ എഴുതേണ്ടിയിരുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രൻ ആണ്. നമുക്കറിയാം പുത്രൻ എന്നുള്ളത് എന്താ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വചനത്തിൽ നിന്ന് നമുക്ക് ഇതിനു മുമ്പേ തന്നെ അറിയാം, പിതാവ് എങ്ങനെയുള്ളവനാണോ അതേ നിലയിൽ ആ പിതാവിനെ വെളിപ്പെടുത്തുന്നവനാണ്. എസൻസ് ആൻഡ് നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സാരാംശത്തെയും ദൈവത്തിന്റെ സ്വഭാവത്തെയും വെളിപ്പെടുത്തുന്ന വ്യക്തിയാണ് അങ്ങ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. യു ആർ ദ അനോയിന്റഡ് വൺ. നീ ക്രിസ്തുവാണ്.
അപ്പൊ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്. പിതാവിനെ തന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നീ ദൈവത്തിന്റെ പുത്രനാണ്, പിതാവിനെ വെളിപ്പെടുത്തിയവനാണ് എന്ന് മാത്രമല്ല നീ ക്രിസ്തുവാണ്. യു ആർ ദ അനോയിന്റഡ് വൺ. നമുക്കറിയാം അവർക്ക് മശിഹയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും മശിഹയെക്കുറിച്ച് നൽകപ്പെട്ടിരിക്കുന്ന പ്രവചനങ്ങളും അതിനുവേണ്ടി അവർ കാത്തിരുന്നതും, എന്നാൽ അവരുടെ തെറ്റിദ്ധാരണ നിമിത്തം അത് ആത്മീയമായിട്ട് ഹൃദയത്തിൽ തുടങ്ങി അത് ഭൗതികമായിട്ടുള്ള രീതിയിൽ വെളിപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ദൈവരാജ്യം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. എന്നാൽ തന്നെ ആ പത്രോസിലെ ഏറ്റുപറയുന്ന ആ ഏറ്റുപറച്ചിലിൽ കൃത്യമായ ഉത്തരം, നീ ഈ ലോകത്തിലെ ദൈവം ഈ ലോകത്തിനെ പിന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയ ഏക വഴിയായിട്ടുള്ള ക്രിസ്തുവാണ്. ലോകത്തിൽ പാപികൾക്ക് വേണ്ടി മരിക്കാൻ, അടക്കപ്പെടുവാൻ, ഉയർത്തെഴുന്നേൽക്കുവാൻ, സകല ലോകത്തെയും ഭരിക്കുവാൻ വേണ്ടി നിയുക്തനായ അഭിഷേകം ചെയ്യപ്പെട്ട ക്രിസ്തുവാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഭാഗം എത്ര അർത്ഥവ്യാപ്തി ഉള്ളതാണെന്നും ഇത് സാധാരണഗതിയിലുള്ള സമയം കൊണ്ട് ഒന്നും പറഞ്ഞു തീർക്കാൻ കഴിയാത്തതാണെന്നും ഇന്നലെ ഒന്നുകൂടെ വായിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ ഈ ഭാഗത്ത് എന്നാ ഉണ്ട്? പത്രോസിന്റെ ഏറ്റുപറച്ചിൽ മാത്രമല്ലേ? അതെ, ഏറ്റുപറച്ചിൽ മാത്രമാണെങ്കിലും അതിൽ പല കാര്യങ്ങളുണ്ട്. അത് നീ ക്രിസ്തുവാണ്, നോബഡി എൽസ്. ഏലിയാവല്ല, യിരെമ്യാ പ്രവാചകനല്ല, ആ പ്രവാചകനല്ല, യോഹന്നാൻ സ്നാപകനല്ല, നീ ക്രിസ്തുവാണ്. നമുക്കറിയാമല്ലോ, യേശു കർത്താവ് ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത് എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം യോഹന്നാന്റെ ലേഖനം വായിച്ചപ്പം അതിന് 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അപ്പൊ അവൻ ക്രിസ്തുവാണ്. ഹീസ് ദ അനോയിന്റഡ് വൺ, അഭിഷേകം ചെയ്യപ്പെട്ടവൻ. പണ്ട് നമുക്കറിയാം രാജാക്കന്മാരും അതുപോലുള്ള പുരോഹിതന്മാരെയൊക്കെ അഭിഷേകം ചെയ്ത് ആ സ്ഥാനത്ത് നിയുക്തരാക്കി ആക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്നുള്ളത് ഇന്നും അവിടെ നടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പല മതങ്ങളിലും ആചാരങ്ങളിലും ഒക്കെ കുറച്ച് ഓയിലെടുത്ത് തലയിൽ തേക്കുകയും അല്ലെങ്കിൽ ഓയിൽ തൈലക്കൊമ്പെടുത്ത് ഒഴിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമുക്കറിയാം. എന്നിട്ടാണ് പറയുന്നത് യു ആർ അപ്പോയിന്റഡ്, യു ആർ അനോയിന്റഡ് ഫോർ ദിസ് പെർട്ടിക്കുലർ പർപ്പസ്. ഈ ഒരു ഉദ്ദേശത്തിന് വേണ്ടി നിയുക്തനാണ്, നീ ഇതിനു വേണ്ടി അഭിഷേകം ചെയ്യപ്പെട്ടവനാണ്. എന്റെ പിതാവേ, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു, എനിക്കായി ഒരു ജഡം ഒരുക്കിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവസന്നിധി താഴ്ത്തി പിതാവിന്റെ ഹിതം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത പുത്രനെ കുറിച്ച് നമുക്കറിയാമല്ലോ. ഇവിടെ പറയുക, യു ആർ ദാറ്റ് സൺ, യു ആർ ദാറ്റ് മെസ്സയ, യു ആർ ദാറ്റ് അനോയിന്റഡ് വൺ. അത് തന്നെ പറയണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. ഇനി പറയാനായിട്ട് പല കാര്യമുള്ളത് കൊണ്ട് എന്നോട് ഈ കൃത്യമായ ഉത്തരം പറഞ്ഞപ്പോൾ, ബെറിയോന ശിമോനെ നീ ഭാഗ്യവാൻ. അപ്പം ലോകത്തിൽ മറ്റു പല ഭാഗ്യങ്ങളുണ്ട്. ലോട്ടറി അടിച്ച ഭാഗ്യം, കാശ് കിട്ടിയ ഭാഗ്യം, മക്കളെ ഉള്ള പുത്രസമ്പത്തിന്റെ ഭാഗ്യം, മറ്റു പല ഭാഗ്യങ്ങളുണ്ട്. ഇതൊന്നും ശരിക്കും ഭാഗ്യമല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. ആരോ പണ്ട് പറഞ്ഞതുപോലെ, ഞാൻ വിങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കോടീശ്വരനോ അങ്ങനെ കണ്ടൊരു ഡയലോഗ് ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഈ കാശും നമ്മുടെ ഐശ്വര്യങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ കൂടിക്കഴിയുമ്പം മനുഷ്യൻ അത് വേദനയാ കൂട്ടുന്നത്. അത് എങ്ങനെ മാനേജ് ചെയ്യണം, എങ്ങനെ സ്വരൂപിച്ച് വെക്കണം, എങ്ങനെ അടുത്ത തലമുറയ്ക്ക് അത് ഇതൊക്കെ വേദനയാ. എന്നാൽ നമുക്കറിയാം യഥാർത്ഥ ഭാഗ്യം, ഈ ക്രിസ്തുവിനെ കുറിച്ചുള്ള യഥാർത്ഥ വെളിപ്പാട് കിട്ടുന്നതാണ് പ്രധാനപ്പെട്ട ഭാഗ്യം. ആ വെളിപ്പാട് കിട്ടുന്നതിന് എന്തെങ്കിലും വ്യത്യസ്തത ദൈവം വെച്ചിട്ടുണ്ടോ? നീ ഇന്ന ഡിഗ്രി പഠിച്ച് ഇന്ന നിലയിലൊക്കെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞാലേ ഇത് പറയാൻ കഴിയൂ എന്ന് വല്ലതും വെച്ചിട്ടുണ്ടോ? അങ്ങനെയുള്ള ഏതെങ്കിലും യോഗ്യതകൾ സെറ്റ് ചെയ്തിട്ടുണ്ടോ? ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തിക്ക് 1 മണിക്കൂർ മുന്നേ അല്ലെങ്കിൽ ഇന്നലെ അറിഞ്ഞ ഒരു വ്യക്തിക്കും ഇന്നു മുതൽ ഞാൻ അവനെ കണ്ടെത്തിയിരിക്കുന്നു. ലോകം ചോദിക്കുന്ന ലോകജ്ഞാനത്തിനെല്ലാം എല്ലാവർക്കും മറുപടി പറയാനൊന്നും പറ്റത്തില്ല. എന്നാൽ അവര് മാത്രമേ സുവിശേഷം പറയാവൂ എന്ന് പറയുന്നത് ഒരു തെറ്റായ ഉപദേശമാണ്. അതുപോലെ തന്നെയാണ് ആത്മീയമായ പൂർണ്ണത പ്രാപിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ പറയാവൂ എന്ന് പറയുന്നവരും ഉണ്ട്. നമുക്കറിയാം ആ ദെക്കപ്പൊലി നാട്ടിലൊക്കെ കർത്താവിനെ കുറിച്ച് പറഞ്ഞവൻ, ഗദരദേശത്ത് കർത്താവിനെ കുറിച്ച് പറഞ്ഞവര് ഒരു ദിവസം അല്ലെങ്കിൽ ചില നിമിഷങ്ങൾ, ചില മണിക്കൂറുകൾ കർത്താവിനോടുകൂടെ ചേർന്ന് നിന്ന അനുഭവം മാത്രമേ ഉള്ളൂ. അവരൊരു കാര്യം പറഞ്ഞു, ആ അന്ധനായ മനുഷ്യനെ പോലെ, ഒരിക്കൽ ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ കാണുന്നു, വേറൊന്നും എനിക്കറിയത്തില്ല. ഒരു ക്രിസ്തീയ സാക്ഷിക്ക് പറയാനുള്ളത് അത്രയേ ഉള്ളൂ. അല്ലാതെ നിന്റെ കണ്ണിന്റെ റെറ്റീന എവിടാ, നിന്റെ കണ്ണിന്റെ ലെൻസ് എവിടാ ഇരിക്കുന്നേ,
അത് അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതെല്ലാം പഠിച്ചേച്ചേ പോയി സുവിശേഷം പറയാവൂ എന്ന് പറയുന്നത് എത്ര തെറ്റായിട്ടുള്ള ഒരു നിലപാട്. ഈ ലോകത്ത് കർത്താവിനെ അറിഞ്ഞ എല്ലാ കാര്യങ്ങളും, ഇത് മനുഷ്യരാരും അല്ല ഇതിനെ നിയന്ത്രിക്കുന്നത്, കോർഡിനേറ്റ് ചെയ്യുന്നത്. ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തി കർത്താവായ യേശു ക്രിസ്തുവാണ്. അദ്ദേഹമാണ് ഈ കാര്യങ്ങളെയൊക്കെ കോർഡിനേറ്റ് ചെയ്യുകയും കാര്യങ്ങളെ ഇതാക്കുകയും അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുന്നവൻ, ബോഷന്മാരെ കൊണ്ട് പ്രവർത്തിക്കുന്നവൻ. ഞാൻ പലപ്പോഴും അവിടെയൊക്കെ പറഞ്ഞു, ഞങ്ങളുടെ ഈ മംഗലാപുരം പട്ടണത്തിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, വലിയ വലിയ പ്രൊഫഷണൽസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ, വലിയ ഒരു ആശുപത്രിയുടെ ഉടമയൊക്കെ ആയിട്ടുള്ള ഡോക്ടറുടെ വീട്ടിൽ എല്ലാ ഞായറാഴ്ചയും പ്രാർത്ഥന നടത്തും. അങ്ങനെ പല പല പ്രശസ്തരായിട്ടുള്ള ദൈവദാസന്മാർ അവിടെ കടന്നു വരാനിടയായി തീർന്നു. എന്നാൽ ഞാൻ ഇവിടെ പണ്ട് പറഞ്ഞിട്ടുള്ള ഒരു ദൈവദാസനുണ്ട്. ആ ദൈവദാസൻ വളരെ ചെറിയ വിദ്യാഭ്യാസവും, പറയുന്നത് കുറെയൊക്കെ വിവരക്കേട് തന്നെയാ സത്യം പറഞ്ഞ, അത് അല്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല. എന്നാൽ ഇത്രയും പഠിച്ച ഈ വലിയ വിദ്യാസമ്പന്നരായിട്ടുള്ള ഡോക്ടേഴ്സിന്റെയും വലിയ ആൾക്കാരുടെയും ഒക്കെ ഇടയ്ക്ക് ഏക്കുന്ന പ്രസംഗം എന്ന് പറഞ്ഞാൽ ഈ അക്ഷരാഭ്യാസമില്ലാത്ത പാസ്റ്ററുടെ പ്രസംഗമാണ്. പല ആൾക്കാർ അവിടെ വന്നിട്ട് പോയി. എന്നാൽ പിന്നെ നിരന്തരം വരാനിടയായി തീർന്നത് ഈ അക്ഷരാഭ്യാസമില്ലാത്ത പാസ്റ്ററാണ്. ഞാനും എൻ്റെ ഒരു ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ചിന്തയിൽ പലരെയും ഇതുപോലെ തരം താഴ്ത്തി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളവൻ തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അതൊന്നും സംഭവ്യമല്ലെന്നല്ല പറയുന്നത്. നമ്മുടെ കുറെ അറിവിന്റെയൊക്കെ ഗർവിന്റെയൊക്കെ ഇതിൽ നമ്മൾ ചിലപ്പോൾ അറിയാതെ ഇതൊക്കെ പറഞ്ഞു പോകും. എന്നാൽ എന്നെ ദൈവം ഒരു കാര്യം പഠിപ്പിച്ചു, ഏത് എളിയവനെയും, എത്ര പരിജ്ഞാനമില്ലാതെ പറയുന്ന ഒരു വ്യക്തിയെയും ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്താൻ പാടില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ പഠിച്ചിട്ടുണ്ട്. അത് അനുഭവം കൊണ്ട് പഠിച്ചതാ. കാരണം ഞാൻ പറയുന്ന ഈ ജ്ഞാനത്തിലൂടെ ഒന്നും അല്ല ദൈവം പലപ്പോഴും പ്രവർത്തിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫിസിക്സിലൂടെയോ നമ്മൾ പറയുന്ന സയൻസിലൂടെയോ നമ്മൾ പറയുന്ന ഫിലോസഫിക്കലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഉത്തരത്തിലൂടെ മാത്രമല്ല ദൈവം പ്രവർത്തിക്കുന്നത്. അങ്ങനെ കൃപ കൊടുത്തവർ അത് ചെയ്യട്ടെ. ഈ അന്ധനെ പോലെ കർത്താവിനെ വെളിപ്പെടുത്താനായിട്ട് കൃപ ലഭിച്ചവർ അത് ചെയ്യട്ടെ. ആരും ആരെയും പോയി തടസ്സപ്പെടുത്താനും ആരും ആർക്കും മാർക്കിടാനും ഒന്നും നിൽക്കണ്ട. അത് ദൈവകൃപയിൽ ആശ്രയിച്ച് ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് നിന്റെ നാമത്തിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന ഒരുത്തനും കർത്താവ് നിന്റെ നാമത്തിൽ കർത്താവെ ഒരു വാക്ക് കർത്താവിന് വേണ്ടി പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയും നിരുത്സാഹപ്പെട്ടു പോകാതെ അവര് ദൈവകൃപയിൽ മുന്നോട്ട് പോകട്ടെ, അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഫലമുണ്ടാവട്ടെ എന്ന് തന്നെയാ ആത്മാർത്ഥമായിട്ട് എന്റെ പ്രാർത്ഥന. അതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ചിലപ്പോൾ ചിലരൊക്കെ കയറിപ്പോയി എന്തെങ്കിലും വിവരക്കേടൊക്കെ എഴുന്നള്ളിക്കുന്ന കാണുമ്പോൾ പ്രയാസം തോന്നും. ഇതൊക്കെ ഒന്ന് പഠിച്ചിട്ടും അറിഞ്ഞിട്ടും ഒക്കെ പോണ്ടേ എന്നൊക്കെ തോന്നും. ഇല്ല, ഇത് പഠിച്ചിട്ടും അറിഞ്ഞിട്ടും എന്ന് പോകാന്. പണ്ടാരോ പറഞ്ഞ പോലെ ഈ 2 മക്കളുണ്ടായിരുന്നു. ഒരുത്തൻ പോകത്തില്ല അപ്പ എന്ന് പറഞ്ഞിട്ട് പോയി തോട്ടത്തിലേക്ക്, മറ്റേ ഒരുത്തൻ പോകാമെന്ന് പറഞ്ഞു എന്നാ പോയില്ല. അവന്റെ ഒരു കഥ ഒരു ദൈവദാസൻ അത് ഒരു ഭാവനയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ആദ്യം ചെറിയൊരു ഡിഗ്രിക്ക് പോയി. അത് ബൈബിൾ കോളേജുകാരോടൊന്നും എതിര് പറയുകയല്ല, ദയവായിട്ട് ക്ഷമിക്കണം. ബൈബിൾ കോളേജിൽ പഠിക്കുന്നതിനൊക്കെ ഞാൻ അനുകൂലം തന്നെയാ. പറ്റിയാൽ എന്റെ മക്കളെയും ചിലരെയൊക്കെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ അവര് പൂർണ്ണ ഹൃദയത്തോടെ പറയാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. അപ്പം അതുകൊണ്ട് അവിടെ ചെന്ന് ചെറിയൊരു ഡിഗ്രി എടുത്ത് അന്നേരം മനസ്സിലായി എനിക്കൊന്നും അറിയത്തില്ല. അപ്പൊ കുറച്ചുകൂടെ വലിയൊരു ഡിഗ്രി എടുത്ത്, അങ്ങനെ ഡിഗ്രി എടുത്ത് സാധാരണപ്പെട്ട എല്ലാ ഡോക്ടറേറ്റും MPH എല്ലാം എടുത്ത് പോയി. അവസാനം തോട്ടത്തിൽ പണിയെടുക്കാൻ വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ തോട്ടത്തിൽ എടുക്കാനുള്ള പണി അവന് പറ്റത്തില്ല. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിത്തവും ഈ കാര്യങ്ങളും കൊണ്ട് പ്രായോഗികമായിട്ട് അവന് ചെയ്യാൻ കഴിയുന്നില്ല. അത് അങ്ങനെയാണ് അവൻ വരാതെ പോയത് എന്നുള്ള ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഇമാജിനറി ആയിട്ടുള്ള ഒരു ഇത് പങ്കുവെച്ചിട്ടുള്ളത് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വായിക്കാനിടയായി തീർന്നിട്ടുണ്ട്. എവിടെയാണ് നമ്മൾ സാക്ഷിയാകുന്നതിന് നമുക്ക് തടസ്സം പറ്റുന്നത്? നമ്മൾ പല ധാരണകൾ വെച്ച് അതിനുശേഷം നമുക്ക് കർത്താവിനെ സാക്ഷിക്കാമെന്ന് പറയുന്നിടത്താ. എന്നാൽ അതിന്റെ ആവശ്യമില്ല എന്ന് നമുക്കറിയാമല്ലോ. ഓരോ വ്യക്തിയും അവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ സാക്ഷിക്കാനായിട്ട് അവന്റെ ജീവിതത്തിൽ ഇടയായിട്ട് തീരട്ടെ. അത് പറയുന്നു. ഇപ്പൊ ഈ നമുക്കറിയാമല്ലോ, വലിയ ജ്ഞാനത്തിന്റെ പ്രസംഗം പ്രസംഗിക്കുന്നവരെന്ന് പറയുന്നവരുടെ പ്രസംഗത്തിലും പാളിച്ചകളുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ നടന്നിട്ടുള്ള ക്ലബ് ഹൗസിൽ നടന്നിട്ടുള്ള സാധാരണ ഡിബേറ്റുകളൊക്കെ കേട്ടിട്ടുള്ളതിൽ എനിക്കൊരു കാര്യം മനസ്സിലായി. നല്ല വചനം അറിയാവുന്ന ദൈവദാസന്മാരെന്ന് പറഞ്ഞാലും അവർക്കറിയാത്ത ചില വചനത്തിന്റെ ചില പോക്കറ്റുകളുണ്ട്. അവർക്ക് കൃത്യമായ ഉത്തരം പറയാൻ കഴിയാത്ത ഭാഗങ്ങളുണ്ട്. അത് ഈ പറയുന്നവരെല്ലാം സർവജ്ഞാനികളാണെന്നാണോ അതിന്റെ അർത്ഥം? അല്ല. ആ ദൈവദാസന്മാരത് ചെയ്തതും ആ ഡിബേറ്റ് ചെയ്തതും വചനം വെളിപ്പെടുത്തിയതും ഒക്കെ നല്ല കാര്യം തന്നെയാ. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ ദൈവത്തിന്റെ ജ്ഞാനത്തോട് തട്ടിച്ചു നോക്കുമ്പം ഈ മനുഷ്യന്റെ ജ്ഞാനം ഒന്നുമില്ല.
നമ്മൾ ഈ പറയുന്നതെല്ലാം അൾട്ടിമേറ്റ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയത്തില്ല. നമ്മുടെ പല ധാരണകളും നാളെ തിരുത്തപ്പെട്ടേക്കാം. എന്നാൽ ദൈവം അത് നോക്കാതെ നമ്മുടെ ആ വാക്കുകളുടെ പാണ്ഡിത്യമോ ഞാന് ആ, ഞാന് നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവം കൊണ്ടോ അല്ല, അല്പം കൊണ്ടും അധികം കൊണ്ടും പ്രവർത്തിക്കുന്നവൻ നമ്മുടെ പ്രസംഗത്തെ ഒരു കാരണം മാത്രമാക്കി ഈ ദൈവപുത്രനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടി വെളിപ്പെടുത്തുന്നവനായിട്ടുള്ള ദൈവം. പൗലോസ്, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഒരു വാക്യഭാഗം, ഈ ലോകത്തിന്റെ ദൈവം അനേകരുടെ മനസ്സിനെ കുരുടാക്കിയിരിക്കുന്നു, എന്നാൽ ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് അവൻ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിച്ചിരിക്കുന്നു. അപ്പൊ ആരാ ഇത് വിളങ്ങിക്കേണ്ടത്? ഞങ്ങൾ അവന്റെ നാമത്തെ അനേകരുടെ ഹൃദയങ്ങളിൽ ക്രിസ്തുവിന്റെ മുഖത്തിലുള്ള പരിജ്ഞാനം വിളങ്ങിക്കേണ്ടത് ഈ ദൈവവചനത്തിന്റെ പ്രസംഗത്തിലൂടെ. അത് ഓരോരുത്തരുടെ കഴിവും ബുദ്ധിയും അല്ലെങ്കിൽ ഇതൊക്കെ അനുസരിച്ച് ബുദ്ധിപരമായിട്ട് അതിന് വ്യത്യസ്തതകൾ ഉണ്ടാകാം. എന്നാൽ എല്ലാവരും അവർ ആത്മാവിൽ വെളിപ്പെടുത്തുന്നത് ഒരേ ക്രിസ്തുവിനെയാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകുന്നത്. അതുകൊണ്ട് നല്ല ധാരണകളും നല്ല അറിവുമുള്ള ദൈവദാസന്മാർക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അപ്പോൾ തന്നെ അറിവില്ലാത്തവരാരെങ്കിലും അത് പറയുന്നുണ്ടെങ്കിൽ തന്നെ, കർത്താവെ, നീ അവരുടെ അറിവ് കേടുകൾ, അവരുടെ പരിമിതികൾക്കുപരിയായിട്ട് ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ നീ അവരെ സഹായിക്കണമേ എന്ന് ഒരു സഹോദര സ്നേഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരിക്കലും അവരോട് ഈർഷ്യപ്പെടാനോ അവരെ തടയാനോ ഒന്നും നമ്മൾ പോകരുത് എന്നുള്ളതാണ് ദൈവവചനത്തിൽ നിന്ന് എനിക്ക് പറയാനായിട്ടുള്ള കാര്യം. നോക്കിയാട്ടെ. എന്ന് മാത്രമല്ല, നിനക്കിത് വെളിപ്പെടുത്തിയത് നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങൾ അല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ ഇത് നിനക്ക് വെളിപ്പെടുത്തിയത്. ഈ വെളിപ്പാടെന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനു മുന്നേ നമ്മൾ ചിന്തിച്ചിട്ടുള്ള കാര്യമാ. ഗലാത്യർക്ക് എഴുതുന്ന ലേഖനം, അതുപോലെ മറ്റു ചില ദൈവവചന ഭാഗങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഇത് ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. വാട്ട് ഈസ് ഗോഡ്സ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ? ഹൗ ഡു ഗോഡ് കമ്മ്യൂണിക്കേറ്റ് തിങ്സ് ടു അസ്? ചില ആൾക്കാർ പറയുന്നുണ്ട്, രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ ദൈവം നമ്മുടെ മനസ്സിങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, വീണ്ടും ജനിക്കാത്ത ഒരു ആത്മാവിൽ ലൂടെ എങ്ങനെ ദൈവം ഈ അങ്ങനെ പ്രവർത്തിക്കും? കാരണം ദൈവത്തിന് ഏറ്റവും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമെന്ന് പറയുന്നത് ആത്മാവാണ്. ആത്മാവ് മരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിൽ എങ്ങനെ ദൈവം ആ ആത്മാവിനെ മറികടന്ന് ബുദ്ധിയിൽ എങ്ങനെ വെളിപ്പെടുത്തുന്നത്? ഞാൻ ആ ഒരു ആശയത്തെ കംപ്ലീറ്റ് ആയിട്ട് നെഗേറ്റ് ചെയ്യുകയല്ല, അതിനെ നെഗേറ്റ് ചെയ്ത് കളയുകയല്ല ചെയ്യുന്നത്. ഏത് ഭാഗത്താ കർത്താവ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അത് നമ്മുടെ ആത്മാവിനോടാണ് ദൈവം സംസാരിക്കുന്നത്. കാരണം ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ വെളിപ്പാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വീണ്ടും ജനിച്ച ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ, അല്ലെങ്കിൽ വീണ്ടും ജനിക്കാൻ പോകുന്ന ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദൈവം ഈ ആത്മാവിനോടാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. ബുദ്ധിയിലാണെങ്കിൽ പറഞ്ഞു മനസ്സിലാക്കാം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പം ആ ഡിഫിക്കൽറ്റി എന്താന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ലോകത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ ഭോഷത്വത്തെക്കാളും ഭോഷത്വമായതും, ദൈവത്തിന്റെ ബലം ലോകത്തിന്റെ ബലത്തിനേക്കാളും ബലമേറിയതുമാകുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ വാക്യം കറക്റ്റ് അല്ല, എന്നാൽ ആശയം കറക്റ്റാ. അതുകൊണ്ട് ദൈവത്തിന് തന്റെ ജ്ഞാനം പ്രസംഗിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. നമ്മുടെ ജ്ഞാനത്തിൽ കൂടി ദൈവത്തിന്റെ ജ്ഞാനത്തെ അറിയാൻ നമുക്ക് വകുപ്പുമില്ല. അപ്പൊ പലപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, ഈ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന താപം, കാരണം നമുക്കറിയാം ഈ അത് എല്ലാം പറഞ്ഞ സയൻസ് എല്ലാം പറയണ്ടല്ലോ. ഇപ്പം പല മെത്തേഡുകളുണ്ട്. ഒരു ഇരുമ്പ് കമ്പിയുടെ ഒരു അറ്റം പിടിച്ച് നമ്മൾ ചെമ്പ് കമ്പി ചൂടാക്കുകയാണെങ്കിൽ മറ്റേ അറ്റത്ത് ചൂട് വരും. അതൊരു ഇലക്ട്രിക് ഇതിലേക്ക് കുത്തുകയാണെങ്കിൽ നമുക്ക് ഷോക്ക് അടിക്കും, കാരണം നമ്മൾ അതിന്റെ മറ്റേ അറ്റത്ത് പിടിച്ചേക്കുന്നത് കൊണ്ട് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വെള്ളം ചൂടാക്കുമ്പം കുമളയായിട്ട് മുകളിലേക്ക് വന്നിട്ടാ ഈ ഹീറ്റ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അതിനൊരു മീഡിയം വേണം, ഇതിനുമൊക്കെ മീഡിയം വേണം. എന്നാൽ സൂര്യനിൽ നിന്ന് പ്രകാശം വരുന്നത് റേഡിയേഷൻ ആയിട്ടാണ്. അതിനെയാ റേഡിയേഷൻ എന്ന് പറയുന്നത്, വികിരണം എന്ന് നമ്മൾ പറയും. എന്ന് പറഞ്ഞതുപോലെ ഒരു സാധാരണഗതിയിലുള്ള ഒരു നിലയിലല്ല, ദൈവം ആത്മാവാകുന്ന ദൈവം നമ്മുടെ ആത്മാവോട് ഇടപെട്ട് ചില ദൈവിക സത്യങ്ങൾ നമ്മളെ ഗ്രഹിപ്പിക്കുന്നതാ ഈ വെളിപ്പാട് എന്ന് പറയുന്നത്. അതെ, നമ്മുടെ ആത്മാവിൽ ഗ്രഹിച്ച എല്ലാ കാര്യങ്ങളും ബുദ്ധിയിൽ അറിയണമെന്ന് നിർബന്ധമില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നിശ്ചയമായിട്ട് നമുക്ക് വെളിപ്പെട്ടു വരും, ബുദ്ധിക്ക് വെളിപ്പെട്ടു വരും. എന്നാൽ തന്നെ ആത്മാവിലുള്ള എല്ലാ കാര്യവും ബുദ്ധിക്ക് അറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് നമ്മൾ റോമർക്ക് എഴുതുന്ന ലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കും. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ അറിയുന്നില്ല, ആത്മാവിന്റെ ആവശ്യം എന്താണെന്ന് അറിയുന്നില്ല, റിയൽ നീഡ് എന്താണെന്ന് ബുദ്ധിയിൽ നമ്മൾ അറിയുന്നില്ല.
അപ്പോൾ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്ന് നമ്മൾ വായിക്കുന്ന ഭാഗമുണ്ട്. നോക്കിയാട്ടെ, ഇതാ വെളിപ്പാടിന്റെ ആവശ്യം. ഒരു ദൈവ പൈതലിന്, പുതിയ നിയമത്തിലുള്ള ഒരു ദൈവ പൈതല് ബുദ്ധി കൊണ്ടല്ല ജീവിക്കേണ്ടത്. ബുദ്ധിയൊക്കെ ആവശ്യമാണ്, ബുദ്ധിയിൽ കാര്യങ്ങൾ ഗ്രഹിക്കണം. എന്നാൽ തന്നെ ആത്യന്തികമായിട്ട് അവനെ നടത്തുന്ന കാര്യം ആ പരിശുദ്ധാത്മ നിറവിൽ ആത്മാവിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ മാത്രമേ ഈ ക്രിസ്തീയ ജീവിതം അർത്ഥവത്തായിട്ട് തോന്നത്തുള്ളൂ. ഇത് വെളിപ്പാടിനാലാ. പൗലോസ് പറയുന്ന ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1:12-15 വായിക്കുമ്പോൾ 16 വായിക്കുമ്പം വെളിപ്പാടിനാൽ എത്രേ പ്രാപിച്ചത്, തന്റെ പുത്രനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ. ഞാൻ വേറെ എങ്ങും പോയി പഠിച്ചപ്പോൾ വെളിപ്പാടിനാൽ എത്രേ ഞാനിത് പ്രാപിച്ചത്. ഒരു ദൈവത്തിന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനം വെളിപ്പാടാ. ആത്മാവിനോടാ ദൈവം ഇടപെടുന്നത്, വെളിപ്പാടാ. ഇവിടെ പറയുക, ഇത് ഫ്ലഷ് ആൻഡ് ബ്ലഡ് അല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത്, ജഡരക്തങ്ങളല്ല. ബുദ്ധിയോ, ബുദ്ധിപരമായിട്ടുള്ള അറിവോ, ബുദ്ധിപരമായിട്ടുള്ള കഴിവോ, ബുദ്ധിപരമായ ശ്രേഷ്ഠതകളോ ഇതൊന്നും അല്ല. ജഡരക്തങ്ങൾ അല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്. സ്വർഗസ്വനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നു. നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങൾ അല്ല. ജഡരക്തങ്ങൾ അല്ല എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ വേ ഓഫ് രീതിയിലല്ല നീ അത് പ്രാപിച്ചത് എന്ന് പറയുന്നതാണ് എന്ന് നമുക്ക് അറിയാമല്ലോ. അത് 17-ാം വാക്യം. ജഡരക്തങ്ങൾ അല്ല, നോട്ട് ഫ്ലഷ് ആൻഡ് ബ്ലഡ്, നോട്ട് ദാറ്റ് നാച്ചുറൽ മാൻ. ഫ്ലഷ് ആൻഡ് ബ്ലഡ് അല്ല വെളിപ്പെടുത്തി തന്നത്, സ്വർഗസ്വനായ എന്റെ പിതാവത്രേ ഇത് വെളിപ്പെടുത്തുന്നത്. അപ്പൊ നമുക്കറിയാമല്ലോ, ഇവിടെ ഇപ്പോഴും നമുക്ക് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു ആശയത്തിലേക്ക് നമ്മുടെ കാര്യം വന്നേക്കുകയാണ്. ആരെയും തെരഞ്ഞു പിടിച്ച് എല്ലാ ദിവസവും ഇതിനെപ്പറ്റി ഓരോ ക്യാപ്സൂൾ ഇങ്ങനെ ഇറക്കണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല. എന്നാൽ ചില കാര്യങ്ങൾ വരുമ്പോൾ അത് പറയാതെ പോകുന്നതും ശരിയല്ല എന്ന് എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് അതിനെപ്പറ്റി 2 വാക്ക് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇവിടെ പറയുക, പത്രോസേ നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നു. സാഹചര്യം നമുക്ക് ചുറ്റും ശിഷ്യന്മാർ നിപ്പുണ്ട്, കർത്താവ് ശിഷ്യന്മാരായിട്ട് തെരഞ്ഞെടുത്തവർ നിപ്പുണ്ട്, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ അറിയാനായിട്ട് വരം ലഭിച്ചവർ നിപ്പുണ്ട്. വരം ലഭിച്ചവർ തന്നെ പിന്നെയും ഇതെന്താണ് കർത്താവ്, ഇതിന്റെ അർത്ഥം എന്താണ്, ഇതിന്റെ അർത്ഥം എന്ന് പല പ്രാവശ്യം ചോദിച്ചത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. അപ്പം വരം ലഭിച്ചു എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതിന് മുന്നേ പിടിച്ചെടുക്കാൻ കഴിവുണ്ട് എന്നുള്ള ഒരു അർത്ഥത്തിലല്ല. ഈ ദൈവീയ കാര്യങ്ങൾ അത് വെളിപ്പെടുത്തപ്പെടുമ്പോൾ ശിശുക്കളെ പോലെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. ഇവിടെ ചുറ്റും കുറെ പേര് നിൽപ്പുണ്ട്, അവരും തെരഞ്ഞെടുക്കപ്പെട്ടവർ തന്നെയാണ്. എന്നാൽ അവർക്കൊന്നും ഈ വെളിപ്പാട് ലഭിച്ചില്ല. ഇവിടെ ലഭിച്ചത് അത് പത്രോസിലേക്ക് മാത്രമല്ല ലഭിച്ചത്, പത്രോസ് അപ്പോസ്തലന് മാത്രമല്ല ലഭിച്ചത്. അദ്ദേഹത്തിന്റെ അതിനെ പ്രകീർത്തിച്ച് പറയുകയാണ്, ഇത് നിന്റെ എഫർട്ടോ നിന്റെ മിടുക്കോ നിന്റെ ശ്രേഷ്ഠതകളോ ഒന്നുമല്ല. ഒരുപക്ഷെ ഈ പറഞ്ഞതിന്റെ അർത്ഥം അന്നേരം പത്രോസിലേക്ക് ഗ്രഹിച്ചോ എന്നൊന്നും നമുക്കറിയത്തില്ല. സാധാരണ ഒരു മനുഷ്യനായതുകൊണ്ട് നിശ്ചയമായിട്ടും ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒന്ന് പുകഴ്ത്തപ്പെട്ട് കിട്ടിയപ്പോൾ ഒരു ഇച്ചിരി ഇതൊക്കെ തോന്നാനുള്ള സാധ്യത, ഇച്ചിരി കൃതാർത്ഥനായി തീർന്നു കാണും. കൊള്ളാമല്ലോ, കർത്താവ് എന്നെ ഇത്ര പുകഴ്ത്തിയല്ലോ. എന്നാൽ അടുത്ത 17-ാം അധ്യായം വരുമ്പം അവിടെ ശാസിക്കുന്നതും കാണുന്നതോട്, തുടർന്ന് കാണുന്ന ഭാഗത്ത് ശാസിക്കുന്നതും കാണുന്നതോടെ അത് ബാലൻസ് ആയി. ഒരു പുകഴ്ത്തലും ഒരു തട്ടും ഒരു തടകവും എന്ന് പറഞ്ഞ പോലെ അത് രണ്ടും കൂടെ ആയപ്പോൾ അത് ബാലൻസ് ആയി. നോക്കിയാട്ടെ, ഈ വെളിപ്പെടുത്തിയത് അവർക്ക് മാത്രമാണോ? നിശ്ചയമായിട്ടും നമുക്കറിയാം, ഈ തെരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാർക്കൊക്കെ അപ്പോഴല്ലെങ്കിൽ വേറൊരു സമയത്ത് അത് വെളിപ്പെടുത്തി. അപ്പൊ പിതാവ് വെളിപ്പെടുത്തുന്നു, പിതാവ് ചിലരെ ആകർഷിക്കുന്നു, പിതാവ് ചിലർക്ക് മാത്രം വെളിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞതിന്റെ ഗുട്ടൻസ് ഇവിടെ തന്നെ മനസ്സിലായല്ലോ. ഈ കാര്യം മനസ്സിലായവരും അതിന് സാക്ഷിയായിട്ട് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചവരും അതിന്റെ പേരിൽ മരണം വരിച്ചവരുമായിട്ടുള്ള ആൾക്കാരാ യോഹന്നാൻ ഒഴിച്ച് ബാക്കിയല്ല. എന്നാൽ അദ്ദേഹവും പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയുള്ളവരാ ചുറ്റും നിൽക്കുന്നത്, അവരോടാ ചോദിക്കുന്നത്. അപ്പോഴാ പറയുന്നത്, ഈ 12 പേരിൽ ഒരുത്തന് ഇത് വെളിപ്പെട്ടു, ബാക്കിയുള്ളവർക്ക് വെളിപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം ബാക്കി ആർക്കും വെളിപ്പെടുകയില്ലെന്നോ, ബാക്കി ആരെയും തെരഞ്ഞെടുത്തില്ലെന്നോ, ബാക്കി ആരെയും ദൈവം മുൻകണ്ടിട്ടില്ലെന്നോ ഒന്നുമല്ല. ഓരോരുത്തർക്ക് അത് മനസ്സിലാകുന്ന ഓരോ സമയമുണ്ട്, കൃത്യമായിട്ട് ഹൃദയത്തിൽ അത് പ്രകാശിക്കുന്ന സമയമുണ്ട്. അവരുടെ ബുദ്ധിയോ അല്ലെങ്കിൽ അവരുടെ ചില തെറ്റിദ്ധാരണകളോ അവരുടെയൊക്കെ തിരിച്ചറിയാൻ കഴിയാത്ത ചില അനുഭവങ്ങൾ മാറിയിട്ട് അത് അവർ വിശ്വസിക്കുന്ന ഒരു സമയമുണ്ട്.
ഇത് തന്നെയാണ് നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്ന. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം വായിക്കും, 44-ാം വാക്യം വായിക്കുമ്പോഴും ആദ്യം നമ്മൾ കാണുന്നത് വലിയൊരു പുരുഷാരം അവൻ രോഗികളിൽ ചെയ്യുന്ന അത്ഭുതങ്ങൾ കണ്ട് അവനെ അനുഗമിച്ചു എന്നാണ് വായിക്കുന്നത്. എന്നാൽ തുടർന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾ എന്റെ രക്തം തിന്നാതെയും രക്തം കുടിക്കാതെ എന്നെ മാംസം തിന്നാതെയും ഇരുന്നാൽ നിങ്ങൾക്കുള്ളിൽ ജീവനില്ല എന്നൊക്കെ കർത്താവ് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഈ അനുഗമിച്ചുകൊണ്ടിരുന്ന 2-3 ദിവസം കർത്താവ് ചെല്ലുന്നതിനേക്കാളും മുന്നേ സ്ഥലത്ത് ചെന്ന് കർത്താവിന് വേണ്ടി കാത്തിരുന്നത്, കർത്താവിന്റെ പടവ് കാണാതെ കർത്താവിനെ തിരഞ്ഞുപോയ ആൾക്കാരൊക്കെ അപ്പവും കിട്ടുന്നില്ല, ഹീലിംഗും കിട്ടുന്നില്ല, ഇത് കഠിന വാക്കാണ് പറയുന്നത് എന്ന് കണ്ടപ്പോ പിന്മാറിപ്പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവ് പറയുന്നത്, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുക്കൽ കടന്നു വരുവാനായിട്ട് കഴിയത്തില്ല. അവരിൽ ഞാൻ 7-ാം അധ്യായം 6-ാം അധ്യായം 44 എല്ലാവരും ദൈവത്തെ എന്നെ പിതാവ് ആകർഷിച്ചതല്ലാതെ ആർക്കും എന്റെ അടുക്കൽ വരുവാൻ കഴിയുകയില്ല, ഒടുക്കത്തെ നാളിൽ ഞാൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പം ഇത് ചില ആൾക്കാരെ മാത്രം നേരത്തെ ദൈവം തെരഞ്ഞെടുത്ത് വെച്ചുകൊണ്ട് അവർക്ക് മാത്രം സ്പെസിഫിക് ആയിട്ട് വെളിപ്പെടുത്തി എന്നാ കർത്താവ് ഉദ്ദേശിച്ചതെങ്കിൽ ഈ ബാക്കിയുള്ള അപ്പോസ്തലന്മാര് രക്ഷിക്കപ്പെടാനും പാടില്ല, അവർ കർത്താവിനെ അറിയാനും പാടില്ല, അവരൊക്കെ റിജക്റ്റഡ് ആയിട്ട് പോകേണ്ടതാ. അതാണോ കർത്താവ് അവിടെ ചെയ്തത്? അതാണോ കർത്താവ് അവിടെ ഉദ്ദേശിച്ചത്? എന്ന് പറയുന്നത് പോലെ നമ്മളിവിടെ കാണുകയാണ്, പല ആൾക്കാരും മടങ്ങിപ്പോയി. ഈ മടങ്ങിപ്പോയ പലരും ജീവിതകാലത്തൊന്നും വിശ്വസിച്ചിട്ടില്ല എന്നല്ല അതിന്റെ അർത്ഥം. എന്നാൽ ഈ 12 പേര് മാത്രമേ അവിടെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ടല്ലോ, ഞങ്ങൾക്ക് കപ്പടാ മക്കാൻ ഒന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് നിത്യജീവനാ വേണ്ടത്. ഹംകോ നിത്യജീവൻ ചാഹിയേ. അതാ ഞങ്ങൾക്ക് നിത്യജീവനാ വേണ്ടത്. അത് ഹിന്ദിയിൽ നിത്യജീവൻ എങ്ങനെയാ പറയുന്നതെന്ന് എനിക്ക് അറിയത്തില്ല, ഓട്ടെ. ഹിന്ദിയൊക്കെ പഠിച്ചതിൽ പ്രസംഗിക്കണമെന്നൊക്കെ ആഗ്രഹമുള്ളതാ. അപ്പം ഇവിടെ പറയുക, അപ്പൊ എന്താ അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് തൊട്ട് താഴെ 43-ാം വാക്യം വായിക്കുമ്പോൾ അത് വളരെ വ്യക്തമാവുന്നു. അവിടെ തന്നെ ഉത്തരവും കിടപ്പുണ്ട്. എല്ലാവരും ദൈവത്താൽ ഉപദേശിക്കപ്പെട്ടവരാകും എന്ന് പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നു. യെശയ്യാ പ്രവചനം 54-ാം അധ്യായം അതിന്റെ എനിക്ക് തോന്നുന്നത് 54-13 അവിടെയാ വായിക്കുന്നത്. 53-ാം അധ്യായത്തിൽ മശീഹയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം 54-ാം അധ്യായത്തിൽ കാര്യങ്ങളെ പറഞ്ഞു വരുമ്പോഴാ പറയുന്നത് എല്ലാവരും അവൻ കർത്താവിനാൽ ഉപദേശിക്കപ്പെട്ടവൻ ആകും എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? ചിലർക്ക് മാത്രമേ ഇത് വെളിപ്പെടുത്തി കൊടുക്കുമെന്നാണോ പറയുന്നത്? അതോ എല്ലാവർക്കും വെളിപ്പെടുത്തുമെന്നാണോ പറയുന്നത്? പിതാവ് ആകർഷിക്കുന്നത് ഇങ്ങനെയുള്ള സിംഗിൾ ആയിട്ടുള്ള ചില ആൾക്കാരെയാണ്, അല്ലാതെ എല്ലാവരെയും അല്ല എന്നാണോ അത് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള വാക്യങ്ങളെ കുറിച്ചുള്ള കൺക്ലൂഷൻ അതിന്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കാതെയും അതിന്റെ സാഹചര്യം മനസ്സിലാക്കാതെയും പറയരുത് എന്നുള്ളത് എനിക്ക് താഴ്മയായിട്ട് അപേക്ഷിക്കാനുള്ളത്. അപ്പൊ 12-ാം അധ്യായ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നത്, ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അപ്പൊ ചില ആൾക്കാരെ ആകർഷിക്കുന്ന കാര്യമാണോ പറയുന്നത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നാൽ ഈ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ലോകത്തിന്, അല്ലാതെ നേരത്തെ കണ്ടുവച്ചിട്ടുള്ള ഷോർട്ട് ലിസ്റ്റ് ചെയ്ത ചില ആൾക്കാർക്ക് മാത്രമേ വെളിപ്പെടുത്തൂ എന്നാണോ പറഞ്ഞേക്കുന്നത്? എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരാകും. ഞാനോ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഈ ബോധ്യം വരുത്തുമ്പോൾ അത് സ്വീകരിക്കുന്നവര് അത് രക്ഷിക്കപ്പെടുകയും അങ്ങനെ അല്ലാത്തവര് അവര് ആ സമയത്ത് ആ രക്ഷയിലേക്ക് കടന്നു വരാതിരിക്കും. ഒരുപക്ഷെ പിന്നീട് അവർ കടന്നു വരാനുള്ള സാധ്യത, മരണം വരെ അവർക്ക് അതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അല്ലാതെ സുവിശേഷത്തെ പറയുന്നതെല്ലാം സുവിശേഷത്തോടും ക്രിസ്തുവിനോടും കാണിക്കുന്ന അനീതിയാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചില ആൾക്കാരൊക്കെ ഇതിന്റെ ഒരു ലൈറ്റാ, അവര് പറയുന്ന ഇവര് പറയുന്നതിലെ ഒന്ന് എന്നൊക്കെ പറയുന്നത്. അങ്ങനൊന്നുമല്ല, അതൊന്നും ഒന്നൊന്നുമല്ല. അതിനുവേണ്ടി ആര് ക്രിയിച്ചാലും കുഴപ്പമില്ല, ആര് വിഷമിച്ചാലും കുഴപ്പമില്ല. ഇത് കേൾക്കുന്ന ആരുടെയെങ്കിലും കണ്ണുകൾ തുറക്കപ്പെടട്ടെ എന്നുള്ള ആഗ്രഹത്തിൽ അധികം പേര് കേൾക്കത്തുമില്ല, എനിക്കറിയാം. അപ്പൊ ഈ ആകർഷിക്കുന്നത് ആരെയാ? നമുക്കറിയാം. ദൈവം ആകർഷിക്കുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്താ? അത് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ. ഈ കാൽവരിയിൽ നമ്മുടെ പാപത്തിന് വേണ്ടി ദൈവപുത്രൻ മരിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറമായിട്ടുള്ള ആകർഷണം എന്താ?
നമുക്കറിയാം ചില മൃഗങ്ങളെയൊക്കെ നമ്മൾ കെട്ടിയിടാനോ എങ്ങോട്ടെങ്കിലും ഒക്കെ കൊണ്ടുപോകാനോ അതിന്റെ തീറ്റ കാണിച്ച് ആകർഷിക്കും. ഈ തീറ്റ കാണുന്നോണ്ട് അതിന്റെ പുറകെ വരും എന്ന് പറയുന്നത് പോലെ അഹ് ഈ ഈ സുവിശേഷത്തിനേക്കാളും ഉന്നതമായ വേറൊരു ആകർഷണം ഉണ്ടോ? ഏത് മനുഷ്യന്റെയും അവന്റെ ബുദ്ധിക്ക് അപ്പീലിംഗ് ആകത്തക്കവണ്ണം ഇത്ര വലിയ രക്ഷ എന്ന് എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ ഈ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനേക്കാളും വലിയ ഒരു ആകർഷണം ഉണ്ടോ? കർത്താവെ, നീ എന്നെ എങ്ങനെ സ്നേഹിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവൻ തന്റെ കൈകളെ വിരിച്ച് ഞാൻ ഇത്രമാത്രം നിന്നെ സ്നേഹിച്ചു എന്ന് പറയുന്ന ഒരു കൊട്ടേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഈ ഭൂമിക്കും ഈ ആകാശത്തിന് നടുവിലായി മൂന്നാടികളിൽ മേൽ തൂങ്ങപ്പെട്ട ദൈവപുത്രനെ ഓരോ മനുഷ്യന്റെയും മനസാക്ഷിക്ക് മുന്നിൽ അത് വരച്ചു കാണിക്കുന്ന അല്ലെങ്കിൽ വരച്ചു കിട്ടുന്ന ഒരു അനുഭവം അല്ലാതെ അതിനേക്കാളും വലിയ ആകർഷണം എന്താണ്? ഇതിനേക്കാളും വലിയൊരു സ്നേഹം, ഇതിനേക്കാളും വലിയൊരു കമ്പാഷൻ, ഇതിനേക്കാളും വലിയൊരു കരുണ, ഇതിനേക്കാളും വലിയൊരു അപ്പീൽ വേറെ ഏത് നിലയിലാ ഉദ്ദേശിക്കുന്നത്? ഞാൻ ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. ഈ സുവിശേഷം മുഖാന്തരം, ഈ സുവിശേഷ പ്രസംഗം മുഖാന്തരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയത്തിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാൽ, അല്ലാതെ വലിയൊരു ആകർഷണമല്ല ഇവിടെ പറയുന്നത്. എല്ലാ മനുഷ്യന്റെ മുന്നിലും ഞങ്ങളെ തന്നെ വെളിപ്പെടുത്തുന്നു, മനുഷ്യന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെടുത്തുന്നു. ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുവാനായിട്ട് ദൈവം ഈ ലോകത്തെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതൊക്കെ ദൈവത്തിന്റെ വചനത്തിൽ പറയുമ്പം അതിന് വിപരീതമായിട്ടുള്ള ഒരു നിലയിൽ എന്താ ഉള്ളത്? പിന്നെ ചില വാക്യങ്ങളെ അതിനെ ലിറ്ററലായിട്ട് മാത്രം എടുത്ത് വാക്കുകളെയും ഒക്കെ വ്യാഖ്യാനിച്ച് അതിനെ മൂലഭാഷയിലൊക്കെ കൊണ്ടുപോയി ചില അർത്ഥങ്ങളൊക്കെ ചിലർ സ്ഥാപിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ രീതി എന്ന് പറയുന്നത് ആ കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ എവിടൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളെ ഒക്കെ കൺസിഡറേഷനിലേക്ക് എടുത്തുകൊണ്ടാ ഒരു നിഗമനത്തിലേക്ക് ഒരു വ്യക്തി വരേണ്ടത്. അല്ലാതെ ചില ഭാഗങ്ങൾ മാത്രം എടുത്തുകൊണ്ടല്ല എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിവിന് വേണ്ടി ഒരിക്കൽ കൂടെ പറയുക. തിരിച്ചറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ചുനാള് ഈ സ്വാതന്ത്ര്യമില്ലായ്മയുടെയും ഈ സുവിശേഷത്തിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ബോധമുള്ള ചിലർക്ക് മനസ്സിലാകും, അല്ല ചിലർക്ക് ഒരിക്കലും മനസ്സിലാവത്തില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലാകാതിരിക്കാനായിട്ട് അവർ തീരുമാനിച്ചോണ്ടാ. അതിന് പ്രത്യേകിച്ചൊന്നും അതിന് മരുന്നില്ല. എന്റെ വാക്കുകൾ ഞാൻ വിരമിക്കട്ടെ. ഇവിടെ കാണുന്നത് നീ പാറയാകുന്നു. അതിനെക്കുറിച്ചൊക്കെ കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ. സ്മോൾ പെബിൾ എന്നുള്ള അർത്ഥത്തിലെ പത്രോസ് എന്ന് പറയുന്നത് പാറ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ മുന്നിൽ തന്നെ അവിടെ ഒരു വലിയ പാറയുണ്ട്. അപ്പൊ അപ്പോൺ ദിസ് റോക്ക് എന്ന് പറയുന്നത് പോലെ നീ വെളിപ്പെടുത്തിയ ഈ വിശ്വാസത്തിന്റെ മേൽ, അചഞ്ചലമായ ഈ വിശ്വാസത്തിന്റെ മേൽ, ദേവദാസനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത്. ഞാൻ ഇവിടെ കാണും, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു, നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുക. ഭയങ്കര ഒരു പ്രിവിലേജ് അല്ലേ? നമ്മൾ സാധാരണ മരണത്തെക്കുറിച്ച് പറയുന്നത് എന്താ? മരിക്കുമ്പോൾ നമ്മൾ സമ്പാദിച്ച് എന്തെങ്കിലും ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ശരിയാ, നമുക്ക് എന്തെങ്കിലും നമുക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. എന്നാൽ സുവിശേഷത്തിലൂടെ മാത്രമേ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗത്തിൽ സമ്പാദ്യം ഉണ്ടാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇതാണ് ഏക മാർഗം. മറ്റുള്ളവരെ വെട്ടിയും കൊലപ്പെടുത്തിയും പൊട്ടിത്തെറിച്ചും ഒക്കെ സ്വർഗത്തിലേക്ക് പോകുകയല്ല, മറിച്ച് സുവിശേഷം പറഞ്ഞ് ഈ സുവിശേഷമാകുന്ന താക്കോൽ കൊണ്ട് ഹൃദയങ്ങളെ തുറന്ന് ഒരു ലോകത്തെക്കാളും, ഈ മുഴുവൻ ലോകത്തെക്കാളും വിലയുള്ള ആത്മാക്കളെ നേടി കർത്താവിന് വേണ്ടി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ആ ഒരു അനുഭവത്തോടെയും ആ ഒരു കർത്താവിന് വേണ്ടി ജീവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ സ്വർഗത്തിൽ പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഏക വഴിയാ. ഇവിടെ ഇരുന്നുകൊണ്ട് സ്വർഗത്തിൽ കെട്ടാൻ കഴിയും. നമുക്കറിയാം, പുതിയ സർജറി ഒക്കെ കണ്ടുപിടി, ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്ന പോലെ അത് കുടല് കടത്തിയിട്ട് ചെറിയൊരു ദ്വാരം ഉണ്ടാക്കി ഉള്ളിൽ ചെയ്യുന്ന ശസ്ത്രക്രിയ ലാപ്രോസ്കോപ്പിക് സർജറി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിലേക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. അവിടുത്തെ എമിഗ്രേഷനും അവിടുത്തെ പിന്നെ ഈ പറഞ്ഞ നമ്മളെന്താ കസ്റ്റംസ് എന്നൊക്കെ പറയുന്ന വളരെ ഇവിടുന്ന് ഒന്നും പെറുക്കിക്കൊണ്ട് പോകാൻ പറ്റുകയില്ല. എന്നാൽ ഇവിടെ ഇരുന്നുകൊണ്ട് സ്വർഗത്തിൽ പണിയാൻ കഴിയുന്ന കാര്യം, ഇവിടെ ഇരുന്നുകൊണ്ട് കെട്ടാനും ഇടിക്കാനും കഴിയുന്നതായിട്ടുള്ള ഒരു കാര്യം,
അത് സുവിശേഷമല്ലാതെ വേറൊന്നുമില്ല. നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും എന്തുവാ ഈ അഴിക്കുന്നേ? സുവിശേഷം മുഖാന്തരം പിശാചിന് അടിമയായി തീർന്ന്, പാപത്തിന് അടിമയായി തീർന്ന് അനേക ഹൃദയങ്ങളിൽ കോട്ട കെട്ടിയിരിക്കുന്ന പല അനുഭവങ്ങളിൽ നിന്നും പല വ്യക്തികളെ അഴിച്ച് സ്വതന്ത്രമാക്കാനായിട്ട്, പല പൈശാചിക നിരൂപണങ്ങളെയും പൈശാചികമായ കോട്ടകളെയും ഇടിക്കുവാനായിട്ട് സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും. ഇത് ആരോടും പറയരുത്, ക്രിസ്തുവാകുന്നുവെന്ന് ആരോടും പറയരുത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഹൃദയത്തിൽ, പത്രോസ്ലീഹയുടെ ഹൃദയത്തിൽ അത് വെളിപ്പാടായിട്ട് തീർന്നു. ആ വെളിപ്പാടിന്റെ രീതിയിൽ തന്നെ കാര്യങ്ങൾ അറിയണം. ബുദ്ധിപരമായിട്ട് മാത്രം ഈ കാര്യം അറിഞ്ഞാൽ പോരാ. ഒരു ആത്മാവിൽ ചലനമുണ്ടാക്കുന്ന നിലയിൽ, ആത്മാവിൽ വ്യതിയാനം ഉണ്ടാക്കുന്ന നിലയിൽ തന്നെ കാര്യങ്ങൾ അറിയണം. അത് ഇന്ന് അവിടെ നിൽക്കുന്ന പലർക്കും അത് മനസ്സിലായില്ലെങ്കിൽ തന്നെ തുടർന്നത് നിശ്ചയമായിട്ടും മനസ്സിലാകും. ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. അവർക്ക് മാത്രമല്ല, വിശ്വസിക്കുന്ന എല്ലാവർക്കും അത് കർത്താവ് ഈ കാര്യങ്ങളെ, അല്ലെങ്കിൽ കർത്താവ് ഇത് വെളിപ്പെടുത്തുമ്പോൾ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ സൗഭാഗ്യം ലഭിക്കും. എന്തൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ബരയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവത്രേ ഇത് വെളിപ്പെടുത്തി തന്നത്. നമുക്ക് ആ ദൈവത്തിന്റെ വെളിപ്പാടുകൾ പ്രാപിക്കാം. പത്രോസ്ലീഹായെ പോലെ അസാധാരണ മനുഷ്യരായിരുന്ന വ്യക്തി സുവിശേഷത്തിന് വേണ്ടി അങ്ങനെ നിൽക്കാൻ ഇടയാക്കിയത് ദൈവിക വെളിപ്പാടുകളാണെങ്കിൽ, നമ്മളെയും ഈ ദിവസങ്ങളിൽ ആ വെളിപ്പാട് നമുക്ക് പ്രാപിക്കാം. ബുദ്ധിപരമായുള്ള അറിവിനേക്കാൾ ഉപരിയായിട്ട് ആത്മാവിലുള്ള വെളിപ്പാടുകളിൽ നമുക്ക് ജീവിക്കാം. ബുദ്ധി വേണ്ടെന്നല്ല പറയും, ബുദ്ധിയിലോ കുഞ്ഞുങ്ങളാകരുത്, ബുദ്ധിയിലോ മുതിർന്നവരാകുമെന്ന് വചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം.